വയനാട്ടിൽ നമ്മുടെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ച് എൻ്റെ കയ്യിൽ ഏറ്റവും വാല്യൂ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി സൈൻ ചെയ്ത ബാറ്റാണ്. കോഹ്ലി അദ്ദേഹത്തിന്റെ ഒപ്പിട്ട ബാറ്റ് ലേലത്തിന് വെച്ചിരുന്നു. പിന്നെ എളുപ്പല്ലേ, ഒരു മലയാളം പാട്ടെങ്കിലും ഇട്ടില്ലെങ്കിൽ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ എന്താ ഒരു വില. ഈ പാട്ടെടുത്ത് വെച്ചു 50 മലയാളം പാട്ടുണ്ട്. കേരളത്തിൽ ഇരിക്കുന്നവർ കൊള്ളാലോ, 5 സാമത്തെ 50 അടിക്കുമ്പോൾ ഇവിടെ മലയാളം പാട്ട് ദില്ല് ദില്ല്. അപ്പൊ ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മലയാളത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പാട്ടുകളാണ് ജാസിന്റെ പാട്ടുകൾ. ബംഗ്ലാദേശിന്റെ ഒക്കെ കളിക്കാർ എന്നോട് വന്നാണ് ചോദിച്ചത് വിരാട് കോഹ്ലിയുടെ ഓട്ടോഗ്രാഫ് കിട്ടുമോ. വിരാട് കോഹ്ലിയുടെ മാനേജർ എടുത്ത് സംസാരിച്ചാണ് ഓട്ടോഗ്രാഫ് മേടിച്ചത്. അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം ചെയ്ത് തന്നാൽ മതി, എനിക്കൊരു ബാറ്റ് സൈൻ ചെയ്ത് തന്നാൽ മതി. ഇന്ത്യ ജയിച്ചു തിരിച്ചു പോകാൻ നേരമാണ് വളരെ സ്നേഹത്തോടെ സൈൻ ചെയ്ത് തന്നു. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേടി, ഇതിനകത്ത് ഏത് വാചകമാണ് ഫൗളായി പോകുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് എനിക്ക് ഏറ്റവും വാല്യുള്ള സാധനമാണിത്. ഞാൻ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജാവതിയൊക്കെ പാട്ടൊക്കെ അവിടെ കാരണം അവർക്കൊക്കെ ഈ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു കരീബിയൻ പാട്ടൊക്കെ മാറി. എങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിൽ പാട്ട് വെക്കുക? ഭയങ്കര പൈസ ചെലവുള്ളായിരുന്നു. മലയാളം പാട്ട് വരുമ്പോ ഓഡിയൻസിന് എങ്ങനെയായിരിക്കും റെസ്പോൺസ് വരുന്നത്? നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഞെട്ടി വീഴുവാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ഇട്ടത് കലാഭവൻ മണിയുടെ പാട്ടാണ്. അത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. 2 വർഷത്തിന് മുമ്പ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ചിലപ്പോൾ ഇത്രയും വലിയ അറ്റൻഷൻ കിട്ടിയില്ല. ഇതിപ്പോ വേൾഡ് കപ്പ് ആയിട്ട് കുറച്ചുകൂടെ ആൾക്കാർ കാണും. അപ്പൊ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വലിയ സന്തോഷമായി. DJക്ക് എവിടെ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ അപ്പൊ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് DJക്ക് അയച്ചു കൊടുത്തു. പാട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ DJയുടെ ഫോണിൽ ഈ പാട്ടുണ്ട്. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് വേൾഡ് വൈഡ് ഇത് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. 2024 ക്രിക്കറ്റ് വേൾഡ് കപ്പില് നമ്മുടെ ഇന്ത്യയുടെ ലൈസൺ ഓഫീസറായിരുന്ന സിബി ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന് അങ്ങനെ ഒരു ചെറിയ വാക്കിലൊന്നും എനിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. വലിയ ആളാണെന്ന് എനിക്കറിയാം. ഞാൻ ചേട്ടനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എത്ര വർഷമായി? അറിയത്തില്ല, പറഞ്ഞു. 2 വർഷം. 2 വർഷമായിട്ട് ചേട്ടൻ്റെ പുറകെ എടുക്കുക. ചേട്ടൻ്റെ പുറകെ നടക്കാനുള്ള പ്രധാന ഞാൻ അറിയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മലയാളി പാട്ട് കേൾപ്പിച്ചു. അതും കലാഭവൻ മണിയുടെ ആണെന്നാണ്, അതോ ജാസി ഗിഫ്റ്റിന്റെ ആദ്യം പാട്ട് കേൾപ്പിച്ചിട്ട് നോക്കുമ്പോൾ തുള്ളു അവരെല്ലാവരും. അപ്പോഴാണ് ആലോചിച്ചത്, എൻ്റെ ദൈവമേ, അങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ നമ്മുടെ മലയാളം പാട്ടിടാൻ മാത്രം ആരാണ് അവിടെ അത്രയും പവർഫുൾ എന്ന്. അപ്പോഴാണ് അറിയുന്നത് ചേട്ടനാണെന്ന്. എങ്ങനെയാണ് ചേട്ടൻ അങ്ങോട്ടേക്കുള്ളൊരു യാത്ര? ചേട്ടൻ ശരിക്കും ക്രിക്കറ്റിലുള്ള ആളാണോ? എങ്ങനെയാണ്? അല്ല, ഞാനൊരു ക്രിക്കറ്റ് ആരാധന. നമ്മുടെ എല്ലാ മലയാളികളെയും പോലെ സാധാരണ എല്ലാവരെയും പോലെ ക്രിക്കറ്റ് കാണുന്ന ഒരാളാണ്. ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വെസ്റ്റ് ഇൻഡീസ് ചെല്ലുന്നത്. ഞാൻ ഇന്റർനാഷണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ വെസ്റ്റ് ഇൻഡീസിലെ ക്യാമ്പസിലാണ് ജോലി ചെയ്യുന്നത്. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് ആയിട്ടാണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, കരീബിയനിൽ ചെല്ലുന്നു. നല്ല സ്ഥലം, ചെറിയൊരു ഐലൻഡ്, സെൻറ്റ് ലൂഷ്യ. നല്ല മനുഷ്യർ, നല്ല സ്നേഹമുള്ള മനുഷ്യർ. ഞാൻ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പമായി. അങ്ങനെ അവിടെ ഒരു 2007 വേൾഡ് കപ്പ് നടക്കുന്നു. അപ്പോൾ ആ വേൾഡ് കപ്പിൽ വോളണ്ടിയറായിട്ട് ജോലി ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കളിയോടുള്ള താല്പര്യം മതി, അതോ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ? അല്ല, അതിന് പ്രോസസ്സ് ഉണ്ട്. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിന്റെ പ്രോസസ്സിൽ അവർ സെലക്ട് ചെയ്യും. അങ്ങനെ ഞാൻ മീഡിയയുടെ വോളണ്ടിയറായി. അപ്പോൾ എൻ്റെ അന്നത്തെ പ്രധാന ചുമതല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മനോരമയിൽ ആൾക്കാരുണ്ടായിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യ, ഒരുപാട് മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, പ്രമോദ് രാഘവൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളൊരു ചുമതല. അപ്പോൾ നല്ലതുപോലെ ചെയ്തുകൊണ്ടായി. പിന്നെ അതങ്ങ് ഒഫീഷ്യലായി. പിന്നെ അവിടെ ഏത് ഫോറിൻ ടീം വന്നാലും അവരുടെ മീഡിയ ഗ്രൂപ്പിനെ സഹായിക്കേണ്ട ചുമതല വന്നു. പിന്നീട് അത് മാറി ഞാൻ ലൈസൺ ഓഫീസറായി. അങ്ങനെ ബംഗ്ലാദേശ് ടീം വന്നപ്പോൾ, ബംഗ്ലാദേശിൻ്റെ മെയിൻ ടീം വന്നപ്പോൾ ബംഗ്ലാദേശിൻ്റെ ലൈസൺ ഓഫീസറായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൻ്റെ എ ടീം വന്നപ്പോൾ അങ്ങനെ ബംഗ്ലാദേശിൻ്റെ അവരുടെയും ആ ടീമിൻ്റെ ലൈസൺ ഓഫീസറായി. അങ്ങനെ ഞാൻ പിന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗമായി. സെൻറ്റ് ലൂഷ്യ നാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റുമായിട്ട്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറ്റാച്ച് ടു BCCI, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ. അതുപോലെ അവിടുത്തെ പ്രാദേശിക സംഘടന, ആ പ്രാദേശിക സംഘടനയാണ് പിന്നെ നിങ്ങൾ കേന്ദ്ര സംഘടനയിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ആ പ്രാദേശിക സംഘടനയുടെ അസിസ്റ്റന്റ് ട്രഷറായി. അപ്പോൾ പൊതുവെ അവിടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ടെങ്കിലും ആരും അത്തരം മേഖലകളോട്ടൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ മലയാളി ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഭയങ്കര കൗതുകത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് സെൻറ്റ് ലൂഷ്യ നാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അസിസ്റ്റന്റ് ട്രഷറായി. അതിന് കുറേ വർഷം മുന്നേ തന്നെ സെൻറ്റ് ലൂഷ്യ പ്രീമിയർ ലീഗ് എന്നും പറഞ്ഞൊരു ടൂർണമെന്റ് തുടങ്ങിയിരുന്നു. IPL ഒരു വളരെ ചെറിയൊരു വെർഷൻ, IPL മോഡൽ 2020 ലീഗ് മത്സരം. അപ്പോൾ അതിൽ എൻ്റെ ബ്രദർ US-ലാണ്, അദ്ദേഹത്തിന് ബിസിനസ്സാണ്. അപ്പോൾ അവരുടെ ഒരു കമ്പനിക്ക് ആ കമ്പനി ഒരു ടീം വാങ്ങി. അപ്പോൾ ആ ടീം വാങ്ങിയത് അതൊന്ന് മാനേജ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ടീമിൻ്റെ CEO. അപ്പോൾ അങ്ങനെ പല രീതിയിലും. അപ്പോൾ ഞാൻ നാഷണൽ അസോസിയേഷനിലുണ്ട്,
അവിടുത്തെ ഫ്രാഞ്ചൈസിയിലുള്ള ലീഗിൻ്റെ ടീമിൻ്റെ CEO ആണ്. അതല്ലാതെ ആ പ്രദേശത്തുള്ള ക്രിക്കറ്റ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. നേരത്തെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ടീമിൻ്റെ ലൈസൺ ഓഫീസറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ ചോദിക്കാം, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ 3 ബോളിൽ കൂടുതൽ ഒന്ന് സ്റ്റേ ചെയ്തിട്ടില്ല, ഒരു വിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അല്ല കേട്ടോ, ഞാൻ ചോദിക്കാൻ കാണുന്നറിയോ, പണ്ടൊക്കെ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഹരമായിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എല്ലാവരും പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. അതായത് അന്ന് കണ്ടം പോലുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ. അന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പാഷൻ അടിച്ച് നടക്കുന്നവർ ഇന്ന് ഒന്നും എത്തപ്പെടാൻ പറ്റാത്തവരുണ്ട്. അത് മാറി വേറെ പ്രൊഫഷനിലേക്ക്, ജീവിതമാർഗത്തിലേക്ക് മാറിയവരുണ്ട്. അപ്പോൾ അതാണ് ചോദിച്ചത്, ക്രിക്കറ്റ് കളിച്ച് അങ്ങനെ ഒരു പാഷൻ വന്നിട്ടല്ലോ വെസ്റ്റ് ഇൻഡീസിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം എടുത്തത്. അല്ല, അതിപ്പോൾ ഈ ലൈസൺ ഓഫീസറുടെ അപ്പോയിന്റ് ചെയ്തെന്നുള്ള വാർത്തയൊക്കെ വന്നപ്പോൾ എൻ്റെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞേ, അവരൊന്നും ക്രിക്കറ്റ് കളിച്ച സമയത്ത് എന്നെ ആ പരിസരത്തൊന്നും കണ്ടിട്ടേ ഇല്ല, ആ പരിസരത്തൊന്നും പോകുന്ന പോലും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെയല്ല, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലോട്ടായിരുന്നു കുറച്ചുകൂടെ. അതിൻ്റെ ഒരു ഓർഗനൈസിങ് ലെവലായിരുന്നു കുറച്ചുകൂടെ. കളിക്കുന്നതിനേക്കാൾ മാനേജ് ചെയ്ത കളി ഓർഗനൈസ് ചെയ്യുന്നതിൽ അത് വേറെ രസമാണ്. അത് കളിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്പിരിറ്റ്. കളിക്കുന്ന നമ്മൾ കളിച്ചാൽ മതി. ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ 11 പേര് പ്ലസ് 15 എത്ര ടീം മൊത്തം ഹാൻഡിൽ ചെയ്യണം. അതെ, പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ളൊരു ഫണ്ടാണ്. ഇത് ഒരു ഇൻഡയറക്റ്റ് ഒരു മെസ്സേജും കൂടെ. അതായത് ക്രിക്കറ്റിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷൻ ആയിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കാരനാവണമെന്നില്ല, വേറെ ഒരുപാട് സെക്ടറിൽ വർക്ക് ചെയ്യും, ആ ക്രിക്കറ്റ് എൻജോയ് ചെയ്യുകയും ചെയ്യാം. ശരിക്കും ജോലി ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ ആ ജോലി ചെയ്യുന്നുണ്ടോ അതോ ഇപ്പൊ ക്രിക്കറ്റ് ആണോ മുഴുവൻ സമയം? ഇപ്പം 50-50 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ആക്ച്വലി പറഞ്ഞാൽ. ഇപ്പൊ അങ്ങനല്ല, പ്രധാന ജോലി അത് തന്നെ. പക്ഷെ ഞാനിപ്പോൾ 20 വർഷം ആയതുകൊണ്ട് കുറേയൊക്കെ സീനിയർ ആയല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ടൈമിങ് ഉണ്ട്. പിന്നെ ഇതൊരു സീസണാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷെ വൺസ് അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടത്തില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഉറങ്ങുകയും ഏറ്റവും ആദ്യം ഉണരുകയും ചെയ്യുന്ന ആൾ ഞാനായിരുന്നു. അത്രയും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ വയനാടിന് വേണ്ടിയിട്ട് കൈകോർക്കാം, ആ ദുരന്തത്തിൽ തനിക്കാവുന്നത് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കോഹ്ലി നമ്മുടെ ക്യാപ്റ്റൻ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ട ബാറ്റ് ലേലത്തിന് വെച്ചിരുന്നു. ഞാനത് കണ്ടിരുന്നു. അപ്പോൾ അതിന് നെഗറ്റീവ്സ് കമൻറ്റ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആളുകൾ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വായിച്ചപ്പോൾ തന്നെ, ആ ഫേസ്ബുക്ക് വായിച്ചപ്പോൾ തന്നെ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും മൂല്യമുള്ളൊരു വസ്തു കോഹ്ലി ഒപ്പിട്ട് തന്നൊരു ബാറ്റാണ്. കാരണം ഏറ്റവും ആശിച്ച് മേടിച്ച, അതായത് അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു സാധനം അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത്രയും നെഗറ്റീവ് വന്നില്ലോ. എങ്ങനെയാ അപ്പം അതിനെ ഒന്ന്? സത്യം പറയാം, എനിക്ക് ഭയങ്കര അത്ഭുതമായി കേട്ടോ. നമ്മൾ കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം, പ്രബുദ്ധരായ സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. എൻ്റെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഞാൻ അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ലൈസൺ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ടീമിൻ്റെ മാനേജറോടും ക്യാപ്റ്റനോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യയോട് വർക്ക് ചെയ്യുന്നുള്ളത്. ഞാനിപ്പോൾ വന്നത് സുവനീറിന് വേണ്ടി. എനിക്ക് കുറച്ച് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ വെക്കാൻ, അതിനുവേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യാൻ വന്നത് എന്ന് പറഞ്ഞ് തമാശ പട്ടിൽ ഇങ്ങനെ പറയും. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു നെഗറ്റീവിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം പറയാം. അപ്പോൾ രോഹിത് ശർമ്മ ഒക്കെ ആയിട്ട് പുള്ളി എൻ്റെ അടുത്ത് എന്തെങ്കിലും അതൊന്ന് ശരിയാക്കണം, ഇതൊന്ന് റെഡിയാക്കണം എന്ന് പറയും. എന്നിട്ട് എൻ്റെ പൈസ വേണ്ട. അപ്പം ഞാൻ പറയും, വേണ്ട, എനിക്കൊരു ബാറ്റ് തന്നാൽ മതി, ഞാനത് ലേലം വെച്ചിട്ട് പൈസ മേടിച്ചോളാം. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ജോക്കാണ്. പുള്ളി ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു പറയും, ഇയാൾ പറയുന്നത് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇത് പണ്ടല്ല, കുറച്ച് കാലം മുമ്പ് എനിക്ക് തമാശക്ക് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് നാട്ടിൽ വരുന്നു, ടീം വന്നതിൻ്റെ പുറകിൽ ഞാൻ നാട്ടിൽ വരുന്നു. അപ്പോഴാണല്ലോ വയനാട് ഇത് നടക്കുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടാവും, നമുക്ക് മറ്റു ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ ജനിച്ച ആളാണ്, കേരളത്തിൽ പഠിച്ച ആളാണ്, ഒരു മലയാളി എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ വയനാട്ടിൽ നമ്മുടെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ആലോചിച്ച്, എൻ്റെ കയ്യിൽ ആ നിലവിലുള്ളതിൽ ഏറ്റവും വാല്യുള്ള സാധനം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി സൈൻ ചെയ്ത ബാറ്റാണ്. അപ്പോൾ വിരാട് കോഹ്ലി ബാക്കിയുള്ള ആൾക്കാർ പോലും വളരെ അത് ക്രിക്കറ്റ് കളിക്കാർ പോലും വളരെ ആരാധനയോടും വളരെ സ്നേഹത്തോടെയും പെരുമാറുന്ന ഒരാളാണ് വിരാട് കോഹ്ലി. അതായത് ബംഗ്ലാദേശിൻ്റെ ഒക്കെ കളിക്കാർ എന്നോട് വന്നാണ് ചോദിച്ചത് വിരാട് കോഹ്ലിയുടെ ഓട്ടോഗ്രാഫ് കിട്ടുമെന്ന്. ഞാൻ വിരാട് കോഹ്ലിയുടെ മാനേജറെ അടുത്ത് സംസാരിച്ചാണ് ഓട്ടോഗ്രാഫ് മേടിച്ചത്. അത്ര പോലും റെസ്പെക്റ്റ് ഒരു കളിക്കാരൻ പോയി നിന്ന് വിരാട് കോഹ്ലിയോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം എന്നുള്ളത് അവർക്ക് അത്രയും റെസ്പെക്റ്റ് ഉള്ള. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം ചെയ്ത് തന്നാൽ മതി, എനിക്കൊരു ബാറ്റ് സൈൻ ചെയ്ത് തന്നാൽ മതി, റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി. പുള്ളി പോകാൻ നേരം കളിയൊക്കെ കഴിഞ്ഞ് ഇന്ത്യ ജയിച്ചു തിരിച്ചു പോകാൻ നേരമാണ് വളരെ സ്നേഹത്തോടെ സൈൻ ചെയ്ത് നോക്കി നമുക്ക് കാണാം
അപ്പോൾ ഞാൻ വെച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് മേടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ക്രിക്കറ്റ് ആരാധകരുണ്ടാവും, വയനാടിന് വേണ്ടി എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതൊരു സന്തോഷമായിരിക്കും. ടെക്നിക്കലി അവർ ആ ബാറ്റ് അല്ല വാങ്ങുന്നത്, അവർ വയനാട് ഡൊണേറ്റ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം അവർക്ക് കൊടുക്കുന്നു. കാരണം എനിക്ക് ആ തുക അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന മെസ്സേജുകൾ കണ്ടിട്ട് എനിക്ക് സിനിമയിലൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് ഞാനിത് ഏത് ലോകത്താണ്, പാരലൽ വേൾഡിലാണോ ഇതിങ്ങനെ. മലയാളത്തെക്കുറിച്ച് അറിയില്ല. അതാ എനിക്കിപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേടി, ഇതിനകത്ത് ഏത് വാചകമാണ് ഫൗളായി പോകുന്നത്. അതായത് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ബാറ്റ് കൊണ്ടൊന്ന് പുഴുങ്ങി തിന്നൂടെ, ബാറ്റ് നിനക്ക് ആവശ്യമില്ലാത്ത. ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞത് എനിക്ക് ഏറ്റവും വാല്യുള്ള സാധനമാണിത്. ഏറ്റവും ഭംഗിയായിട്ട് ക്ലിയർ ചെയ്ത് ഏറ്റവും സേഫായിട്ട് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നൊരു ഒരു കാര്യം അത്. അപ്പോൾ അതിന് ബാറ്റ് പുഴുങ്ങി തിന്നാൻ പറ്റുമോ? ബാറ്റ് അവന് വേണ്ടാത്ത ഒരു സാധനം കൊണ്ട് കളന്നൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അപ്പോൾ ആൾക്കാർ ഇത് കാണാത്തതാണോ അതോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണോ? ഇനി ഒരു പോയിന്റ് ഞാൻ തന്നെ ആലോചിച്ച് എന്തായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ്, നമ്മളത് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊടുക്കാൻ തന്നെ വേണം ഒരു വലിയ മനസ്സ്. അതിനകത്ത് അത് ഒരുപാട് ദിവസത്തെ അധ്വാനമുണ്ട്. അത് വെറുതെ പോയി ഞാനിങ്ങനെ വിരാട് കോഹ്ലി എയർപോർട്ടിൽ പോയപ്പോൾ ഒരു ബാറ്റ് നീട്ടി സൈൻ ചെയ്ത് മേടിച്ചതല്ല. അപ്പോൾ എനിക്കത് വേൾഡ് കപ്പിൻ്റെ ഓർമ്മയും വിരാട് കോഹ്ലിയുടെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഓർമ്മയൊക്കെ ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഞാനത് അത്ര ഒരു സന്തോഷത്തോണ്ടല്ല. ഇപ്പോൾ വയനാട് പോലൊരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഞാനത് ഒരാൾക്കും കൊടുക്കത്തില്ല. ഞാനതൊരു ഫ്രെയിം ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചത്, ഞാൻ ആ ആഗ്രഹത്തോടെ ചെയ്തതാണ്. അപ്പോൾ അതിൽ പോലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലാവും. എനിക്ക് ഒരു ഷോക്കായിപ്പോയി. ഇങ്ങനെ തല പോകുന്ന ആലോചിക്കണം. ഇങ്ങനെ ഓരോരോ കമൻറ്റുകൾ ആൾക്കാർ എഴുതുന്നത്. ഇവനെയൊക്കെ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നാളായി ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയിട്ട്? 20 വർഷമായി. കേരളത്തിൽ നിന്ന് പോയെങ്കിലും ഞാൻ ദിവസം 5 പത്രം വായിക്കും. 5 പത്രം വായിക്കുകയും ചാനലുകളൊക്കെ കാണുകയും ചാനൽ ചർച്ചകൾ ഒഴിച്ച് ബാക്കിയൊക്കെ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ മറ്റേ കൊടകര പുരാണം എഴുതിയ ആള് പറഞ്ഞ പോലെ ജോലി സെന്റ് ലൂഷ്യയിൽ, താമസം കേരളത്തിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ആദ്യം തന്നെ പറഞ്ഞു ഒരു പാരലൽ വേൾഡ് എന്ന് പറഞ്ഞു. ശരിക്കും ഇപ്പം ഈ ഫേസ്ബുക്ക് പോലുള്ള നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു പാരലൽ വേൾഡ് തന്നെയുണ്ട്. ഫേക്ക് ഐഡികളും ആളുകളെ ചീത്ത വിളിക്കാൻ ഒരു പ്രശ്നമില്ലാതെ നമ്മളെ എന്താ പറയുക ഭയങ്കരമായിട്ടും ഓഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. ആ ഓഡിറ്റിങ്ങിൽ പലർക്കും ഭയങ്കരമായിട്ടും ടയേർഡാവും. മനസ്സിലായോ? നമ്മളൊരു നല്ല സദുദ്ദേശത്തോടെ ഒരു ബാറ്റ് വെച്ചു എന്ന് പറഞ്ഞ് അതേ സെക്കൻഡിൽ തിരിച്ചടി കിട്ടിയില്ലേ? ആ ബാറ്റ് കൊണ്ട് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അർത്ഥങ്ങളൊക്കെ ആൾക്കാർ കൊടുക്കുന്നു. അവന് വേണ്ടാത്തത് അവൻ കൊണ്ടുവന്ന് കളയുന്നു. ഇതൊന്നും കേരളത്തിൽ വേവത്തില്ല. മോൺസൺ മാവുങ്കലിന്റെ പാർട്ണറാണോ എന്ന് അന്വേഷിക്കണം. അല്ല, എനിക്ക് ഇതുപോലെ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു മകന് ഉമർ എന്ന പേര്, 8 വയസ്സ്. മകൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ആയപ്പോൾ ഈ സാധാരണ ആൾക്കാർ എന്നല്ല, പൊതുവെ അന്നത്തെ കാലത്ത് ഒരു 8-9 വർഷത്തിന് മുമ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അനാഥാലയങ്ങളിൽ പോയി ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരുപാട് വർഷം കഴിഞ്ഞുണ്ടായ മകനാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇത് 1-2 അനാഥാലയം നടത്തുന്നവരോട് ചോദിച്ചപ്പോഴേ അവർ നിങ്ങളെന്തെങ്കിലും ഞാൻ ചോദിച്ചതാ, ഇങ്ങനെ വന്ന് ബർത്ത്ഡേ നടത്തി കഴിയുമ്പോൾ ഈ പിള്ളേരുടെ റിയാക്ഷൻ എന്താണ്? അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര വിഷമമാണ്, അവിടെ താമസിക്കുന്ന പിള്ളേർക്ക്. അതായത് നമ്മൾ ചെന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരോട് വലിയ സഹായം ഏതാണ്ട് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ, അതായത് അവിടെ താമസിക്കുന്ന കുട്ടികളുടെ അവർക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ആരുമില്ല. അപ്പോഴാണ് അവർ ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേ ആഘോഷത്തിന് വന്ന് കാഴ്ചക്കാരായിട്ട് നിന്നിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഈ കൊച്ചു പിള്ളേർ അവിടെ ഒരു സെന്റ് ലൂഷ്യൻ ഉണ്ടായിരുന്നു. ഈ പിള്ളേരെല്ലാം കൂടെ അവിടുത്തെ ഒരു സ്റ്റാർ ഹോട്ടൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നറിന് കൊണ്ടുപോയി. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നോർമലി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ഇത് നടത്തുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ടൈപ്പ് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോട്ടലുകാർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടിട്ട് ഞാൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാഥാലയത്തിൽ പോയി നടത്താതെ നിങ്ങൾ അവർക്കൊരു നല്ലൊരു ഓർമ്മ കൊടുക്കും. അവരെ പുറത്ത് കൊണ്ടുപോയി, അവരെ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി അത് കൊടുത്താൽ അവർക്കൊരു മോട്ടിവേഷനാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ പഠിച്ച് വളർന്ന് രക്ഷപ്പെട്ടാൽ ജീവിതത്തിൽ എൻജോയ് ചെയ്യാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇൻസ്റ്റൻറ്റ് അവരുടെ മുന്നിൽ പോയി ആഘോഷിക്കാതെ അവരെയും കൂടെ ആഘോഷത്തിൽ പങ്കാളിയാക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട്. അന്നും ഇത് തന്നെയായിരുന്നു.
ആദ്യമായിട്ടല്ല എനിക്ക് അനാഥാലയങ്ങളെ പൂട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ, അവരുടെ അന്നം മുടക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ, അവിടെ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിനക്ക് ആ പൈസ അങ്ങനെ തന്നെ ഇത്രയും പൈസ ചെലവാക്കേണ്ട കാര്യമുണ്ടോ? അതിനുശേഷം ഞാൻ വളരെ ലോ പ്രൊഫൈൽ ആയിരുന്നു. ഇപ്പോഴാണ് ഈ കളത്തിലോട്ട് വീണ്ടും ഇറങ്ങുന്നത്. അപ്പോൾ സാധാരണ ഞാൻ ഏത് വാർത്ത കണ്ടാലും ഒരു വാർത്ത വായിച്ചിട്ട് ഒരു 10 മിനിറ്റ് അതിൻ്റെ കമൻസ് വായിക്കും. ആ കമൻസ് വായിക്കുമ്പോൾ അറിയാം നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. കേരളത്തിന്റെ പരിച്ഛേദമാണ്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ ഉപദേശം തരാം, ഒരിക്കലും കമന്റ് ബോക്സ് നോക്കരുത്. ഞാൻ ഈ പരിചയപ്പെടുന്ന സെലിബ്രിറ്റികളോടൊക്കെ ചോദിക്കാം. സെലിബ്രിറ്റികളോട് ഞാൻ നികേഷ് കുമാറിനോടും അങ്ങനെ പലരും പൊളിറ്റീഷ്യൻസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞൊരു കാര്യം, ആ പോസ്റ്റ് ചെയ്യാന്നുള്ളത് ഒഴിച്ച് വേറെ ഒരു കാര്യത്തിൽ അവർ ശ്രദ്ധിക്കത്തില്ല. ഞാൻ സഞ്ജുവിനോടൊക്കെ ചോദിച്ചു. അവർ ഓരോരുത്തന്മാർ വന്ന് ഓരോ കമന്റ് എഴുതിയിട്ടിട്ട് പോകും. പിന്നെ നമ്മൾ അത് ഓർത്ത് ടെൻഷനായി അതിന് മറുപടി പറഞ്ഞാൽ അവൻ എഴുതിയിട്ടങ്ങ് പോയി, അവന്റെ കാര്യം കഴിഞ്ഞു, അവനിത് മറന്നേ പോയി. നമ്മുടെ മനസ്സിലാണ് ഇതൊരു നീറ്റലായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ അതിന് മറുപടി പറഞ്ഞ് അതിന് തട്ട് തട്ടിയിട്ട് പോകും. എൻ്റെ അടുത്തൊരു ആൾ പറഞ്ഞിങ്ങനെ ഭീകരമായിട്ട് മെസ്സേജുകളൊക്കെ ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ വായിച്ചാൽ നമ്മൾ തളർന്നു പോകുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അവരങ്ങ് പോകും. കോമഡി എന്നാന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന ഒരു പോസ്റ്റിൽ വെച്ചിട്ട് മാത്രമാണ് ഇവര് ഇതിന്റെ അടിയിൽ വന്ന് ഈ കമന്റ് ഇടുന്നതെന്നുള്ള. അതിന് നമ്മളെന്നൊരു വ്യക്തിയുണ്ട്, ബിജാൻ എത്ര വയസ്സാണെന്ന് എനിക്കറിയില്ല, ആ ഒരു ഇത്ര വർഷത്തിനുള്ളിൽ ഇപ്പം ഞാനാണെങ്കിൽ 35 വയസ്സിനുള്ള എന്നെ അവർക്കറിയില്ല, എൻ്റെ ഒരു പോസ്റ്റിന് വെച്ചിട്ടാണ് ഇവർ താത്വികമായ അതായത് നമ്മൾ ഇത്രയും വർഷം ജീവിച്ചൊക്കെ ഷൂന്നാക്കി കളഞ്ഞിട്ട് ഇവരുടെ ഒരു മിനിറ്റ് കൊണ്ടാണ് നമ്മളുടെ ഇത്രയും വർഷത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാം. ഈ വീഡിയോയുടെ ഇടയിൽ, നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമന്റ് നോക്കരുത്. ഓക്കെ, എന്താണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് 2 രീതിയിൽ തന്നെ വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി വായിച്ചു വെച്ചാൽ ചേട്ടന് എത്തപ്പെടാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഒരു മലയാളിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. താങ്കളെ പോലെയുള്ള ഒരാളോട് ഒരു കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഫീൽ ആവേണ്ട കാര്യമില്ല. താങ്കൾ ചെയ്തത് നല്ല കാര്യമാണ്. ഏറ്റവും ഞാൻ പറയില്ല, നമ്മൾക്ക് വയനാടിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു. കിട്ടിയ തുണികളിൽ ഏറ്റവും കൂടുതൽ പന്ന ഡ്രസ്സുകളില്ലേ, ചീത്ത ഡ്രസ്സുകൾ അവർ കളഞ്ഞു, അവർക്ക് കളയേണ്ടി വന്നു. അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇറക്കുന്ന പോലെ എല്ലാവരും വയനാട്ടിലേക്ക് സാധനം കൊടുത്തത്. അപ്പോൾ ഒരാളിങ്ങനെ ഒരു ഇതിട്ടിരിക്കുന്നത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത്. എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങി, ആ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് ഞാനത് അവിടെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനൊരു മൂല്യമുള്ളൂ. അല്ലാണ്ട് എനിക്ക് വേണ്ടാത്ത കളയുന്നത് ഡംപ് ചെയ്യുന്ന സ്ഥലമല്ലല്ലോ അത്. അങ്ങനെ കണ്ടാൽ മതി. ഇനി നമുക്ക് ബാറ്റിന്റെ ലേലം എന്തോരായി? ഞാൻ എമൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിലൊരു ഫിഗർ ഉണ്ട്. ഇപ്പോൾ നിലവിൽ 3 ഓഫറുണ്ട്. അപ്പോൾ ഞാൻ ഈ മാസം 24 പോകാൻ സപ്പോസ് 22-നോ 23-നോ അത് 2-3 ദിവസത്തിലുള്ള അത് ഫൈനലൈസ് ചെയ്യും. മാന്യമായ ഒരു തുക അതിന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ എമൗണ്ട് പറയാത്തത് ഇത് അവിടെ കാണാൻ വന്ന ഒരു ഡിസപ്പോയിന്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചാണ്. ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, 4-5 പേര് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അവരോട് സംസാരിക്കുന്നുണ്ട്. 2-3 ദിവസത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവും. പ്രോബ്ലി അത് ഈ വീഡിയോ വരുന്ന അതൊക്കെ കഴിഞ്ഞായിരിക്കും. അതൊന്നുമില്ല, അപ്പൊ തന്നെ നമ്മൾ ഇതും എടുത്തിടും, അതും കൂടെ കൂട്ടി ഞാൻ ഇടും. ഞങ്ങൾക്ക് അന്ന് ഇന്റർവ്യൂല് അത് കണ്ട ആൾക്കാർ വന്നിട്ടെന്ന് പറയും. അപ്പം വിരാട് കോഹ്ലി അറിഞ്ഞോ ഇങ്ങനെ അത് വിറ്റെന്ന്? ഞാൻ കേരളത്തിൽ ഇതൊരു ദുരന്തം ഉണ്ടായപ്പോൾ വിരാട് കോഹ്ലി പണ്ട് നല്ലൊരു തുക സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പുള്ളി ലണ്ടനില്ല. പിന്നെ ഞാനിങ്ങനെ 2 പ്രാവശ്യം ആലോചിച്ച് പറയണോ, പിന്നെ വെച്ച് വേണ്ട, ഇത് കഴിഞ്ഞിട്ട് പറയാം, ഇത് ലേലം ചെയ്തതിന് ശേഷം പറയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിലവിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായി. അതായത് നമ്മള് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ ഉള്ള ഒരു ഒട്ടുമിക്ക ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് ആളുകൾക്കാണ് വിരാട് കോഹ്ലിയെ പോലുള്ളവരെ ഒന്ന് കാണാൻ പറ്റുക. മനസ്സിലായി? അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് മാനേജർ അവരെന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒരു ബ്രാൻഡിനോ അല്ലെങ്കിൽ ഒരു പരസ്യത്തിനോ ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങളെപ്പോലെ ഒരാൾക്ക് T20 നടന്ന എത്ര നാളുണ്ടായിരുന്നു നിങ്ങൾ അവരിലെ? 35 ദിവസം അവരുടെ A to Z കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇൻറ്റിമസിയും ഉണ്ടാകും ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ആ ഒരു മൊമെൻറ്റിൽ വിരാട് കോഹ്ലിയോട് ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നല്ലത് ഇത് കഴിഞ്ഞിട്ട് പറയുന്നത്. അതെ, ഞാൻ അനുസരിച്ച് ഇപ്പൊ പറഞ്ഞാല് ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അങ്ങനാണോ എന്നൊക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് സന്തോഷമാവത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ സന്തോഷമാവാനേ വഴിയുള്ളൂ. നോർമലി ഏത് മനുഷ്യനായാലും സന്തോഷം. പിന്നെയല്ലേ? ആ കഥയ്ക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് മറ്റേ കഥ പറഞ്ഞാലോ, നമ്മുടെ പാട്ടിന്റെ കഥ.
അല്ല പാട്ടിൻ്റെ കഥ അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ കരീബിയനിലാണ്. അപ്പം ഈ നമ്മളതിൻ്റെ പല ഓർഗനൈസിങ്ങിലും ഒക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ആലോചിച്ച്, അപ്പോൾ ഇത് മലയാളം പാട്ട് IPL നടക്കുമ്പോഴും പോലും മലയാളം പാട്ട് കേൾക്കുന്നത് കേട്ടത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഒരു മലയാളം ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് ആദ്യം വെച്ചത്. എങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിൽ പാട്ട് വെക്കുക ശരിക്കും? ആരാണ് ഇത് നിർദ്ദേശിക്കുക സ്റ്റേഡിയത്തിൽ? ഇത് പല സ്ഥലത്തും പല അറേഞ്ച്മെന്റ്. ഇത് ഭയങ്കര പൈസ ചെലവുള്ള കാര്യം. അങ്ങനല്ല, പൈസ ചെലവുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ നമ്മളൊരിടത്തുനിന്ന് എല്ലാ കളിയും നടക്കുന്ന ഒരിടത്തല്ലല്ലോ. അപ്പോൾ ആ കളി നടക്കുന്നിടത്ത് പോയി ഒരു ദിവസം മുന്നേ പോയി DJ കണ്ടുപിടിച്ച് പല സ്ഥലത്തും പല സെറ്റപ്പാണ്. അതായത് ചില സ്ഥലത്ത് DJ കാണാൻ പറ്റത്തില്ല. DJ എവിടാന്ന് യാതൊരു ഐഡിയയും ശരിക്കും ഒരിടത്ത് ഹൈഡ് ചെയ്തിരുന്നുള്ളത്. ചില സ്ഥലത്ത് മീഡിയയുടെ കൂടെ ആയിരിക്കും DJ ഇരിക്കുന്നത്. ചില സ്ഥലത്ത് കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടാവും. പിന്നെ അതിനുപരി ചിലർ ICC അപ്രൂവ് ചെയ്ത പാട്ടുകളെ ഇടത്തുള്ളൂ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഒരിടത്ത് പക്ഷേ ഇതിനൊക്കെ കവർ ചെയ്യുന്ന സ്നേഹബന്ധം ഉള്ള ആൾക്കാർ നമുക്കുണ്ട്. അങ്ങനല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പാട്ട് കൊടുത്ത് അപ്പോൾ അവരൊന്ന് കൺവിൻസ്, അവരൊന്ന് കേട്ട് നോക്കി ഇത് കുഴപ്പമൊന്നുമില്ലാത്ത. പിന്നെ ആ ഒരു കരീബിയൻ്റെ ഒരു വൈബിനനുസരിച്ചുള്ളത് വേണമല്ലോ. അപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു പാട്ട് കൊണ്ട് കൊടുത്താൽ ഇടത്തല്ല. അപ്പോൾ അന്ന് ഞാൻ നോക്കും, അന്ന് ആദ്യമായിട്ട് 2007 ആദ്യമായിട്ട് പാട്ടിട്ട്. അത് വേൾഡ് കപ്പിനായിരുന്നു, ഇന്ത്യ ശ്രീലങ്ക വേൾഡ് കപ്പിനായിരുന്നു. അത് കുറച്ച് സെക്കൻഡേ ഉണ്ടായിരുന്നു. അത് നില്ലടി എന്ന് പറയുന്നത്. അല്ല അതാന്ന് തോന്നി, പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ജാസി ഗിഫ്റ്റിന്റെ നില്ലടി അല്ല ശരിക്കും ആ വരിയാണ്. നല്ല പാട്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. ഞാൻ പാടി കൊളവാക്കിയെന്നല്ലേ. ആ പാട്ടായിരുന്നു ആദ്യമായിട്ട്. അപ്പം അന്ന് ഇട്ടപ്പോഴുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ആളുകളുടെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്ര 14 വർഷം കഴിഞ്ഞ് വീണ്ടും കളി വരുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ പാട്ടിടുന്നു. അപ്പോൾ അന്നല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞത് മലയാളത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പാട്ടുകളാണ് ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട്. അപ്പോൾ എത്രയോ നമ്മളിങ്ങനെ ദിവസങ്ങളോളം ഇരുന്ന് കേട്ടു നോക്കും പല പാട്ടുകളും. അപ്പോൾ അതനുസരിച്ചുള്ള, അതായത് അവിടെ ഇരുന്ന് ബാക്കിയുള്ള പാട്ടുകളുടെ ടെമ്പോയിലുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു വൈബിലുള്ള പാട്ടായിരിക്കണം വെച്ചപ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മലയാളത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പാട്ടുകളാണ് ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടുകൾ. അപ്പോൾ അങ്ങനെ ഈ പാട്ടിടുന്നു, ഒരു പാട്ടിടുന്നു, 2 പാട്ടിടുന്നു. പിന്നെ ട്രിനിഡാഡിൽ ഇന്ത്യയുടെ കളി നടക്കുന്നു, അവിടെ പാട്ടിടുന്നു. ബാർബഡോസിൽ ഇന്ത്യയുടെ കളി നടക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അവിടെ പാട്ടിടുന്നു. പിന്നെ ഞാൻ പോകാത്ത കളിക്കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നു. ഞാൻ 2 ദിവസത്തിന് മുന്നേ അവിടെ പോയി അവരോട് സംസാരിച്ച് DJ കണ്ടുപിടിച്ച് തലേ ദിവസം പോയി DJക്ക് പാട്ട് കൊടുത്ത് കേൾപ്പിച്ച് ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ കൊടുത്ത് അല്ല അവിടെ നിന്ന് DJയുടെ വാട്സാപ്പിൽ മെസ്സേജ് അടുത്ത പാട്ട് ഇടണേ, ഈ പാട്ട് ഇടണേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സംഗതി ഞാൻ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോണ്ട് ലജ്ജാവതിയൊക്കെ പാട്ടൊക്കെ അവിടെ കാരണം അവർക്കൊക്കെ ഈ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഈ പാട്ട് അവരുടെ പ്ലേലിസ്റ്റിൽ ഇത്. അപ്പോൾ അതൊരു കരീബിയൻ പാട്ടായിട്ടൊക്കെ മാറി. അറിയാം, അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ട്രിനിഡാഡിലെ ഇതെല്ലാം ഓരോ രാജ്യങ്ങളാണ്. അപ്പോൾ ചെറുതാണെന്നെങ്കിലും ട്രിനിഡാഡ് എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പോൾ അവിടുന്ന് 40 മിനിറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ബാർബഡോസ് എന്ന് പറഞ്ഞ വേറെ രാജ്യം. അപ്പോൾ ബാർബഡോസിൽ DJ കളി കാണുമ്പോൾ ട്രിനിഡാഡിൽ ഈ പാട്ട് കേൾക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ മലയാളം പാട്ടുകൾ കരീബിയനിലെ ക്രിക്കറ്റിന്റെ പാട്ടുകളായിട്ടൊക്കെ മാറി അവിടുത്തെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്രാവശ്യം അത് കോപ്പിറൈറ്റ് ഉണ്ടാവത്തില്ലേ? അല്ല, കോപ്പിറൈറ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇതൊക്കെ അല്ല പിന്നെ ജാസി ഗിഫ്റ്റ് അദ്ദേഹം എന്തായാലും പരാതി പറയാൻ പോകും തോന്നുന്നില്ല അതിന്റെ പേരിൽ. ഇതിന്റെ ഇടയ്ക്ക് പണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു, ഐസ ഗദീസ പാത്തുമ്മ. അതിന്റെ അത് പണ്ടെന്ന് പറഞ്ഞാൽ 10-20 വർഷത്തിന് മുമ്പ് കേൾക്കുന്ന ആ പാട്ട് കണ്ടുപിടിച്ച് ബാർബഡോസിൽ ആ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് പാടിയ ആള് എനിക്കൊന്ന് പേരെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അരീക്കോടോ അങ്ങനെ എന്തോ സ്ഥലത്ത് പഞ്ചായത്ത്. പുള്ളി എന്നെ അവിടുന്ന് കോണ്ടാക്ട് ചെയ്തു. അതായത് പാട്ട് പാടിയ ആള് തന്നെ ഇത് മറന്നുപോയി, ഇങ്ങനെ പാട്ടുള്ള കാര്യം പണ്ട് പാടിയിട്ടതാ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ക്രിക്കറ്റ് കളി കേട്ടോണ്ട് ഈ പാട്ട് കേൾക്കുന്നു, ആൾക്കാരൊക്കെ അയച്ചു കൊടുക്കുന്നു ഈ പാട്ട്. അത് വലിയ വാർത്തയൊക്കെ ആയിട്ട് മാതൃഭൂമിയിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ഇന്ത്യൻ ടീമിൻ്റെ കൂടെ പോകുന്നെങ്കിലും നേരത്തെ ഉള്ള പോലല്ല. നേരത്തെ നമ്മളൊരു കളി കാണാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോയൊരു പാട്ടിടാൻ പറയുന്നതാണ്. പക്ഷേ
ഇപ്പോൾ അങ്ങനല്ല, ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ജേഴ്സി ആയിരുന്നു. അപ്പോൾ സിനിമ ഇന്ത്യയിലെ ഒഫീഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ ചെയ്യണോ വേണ്ടായിരുന്നു. പിന്നെ വേൾഡ് കപ്പ് അല്ലേ, ഒരു മലയാളം പാട്ടെങ്കിലും ഇട്ടില്ലെങ്കിൽ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ എന്താ ഒരു വില. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സെന്റ് ലൂഷ്യ ഞാൻ താമസിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ ഉള്ളവരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം മലയാളം പാട്ട്, ആക്ച്വലി 3-4 മലയാളം പാട്ട് ഇട്ടായിരുന്നു അവിടെ. നമ്മളിപ്പോൾ ചില സമയത്ത് പരസ്യമൊക്കെ വരുന്നുണ്ട്, എല്ലാ പാട്ടും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആ സമയത്ത് അവിടെ മഴ ചില സമയത്ത് ചില പരസ്യങ്ങളൊക്കെ നീണ്ടുപോകും. അപ്പൊ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നവർക്ക് ശരിക്കും ഓവർ കഴിയുമ്പോഴാണോ, ഓവർ കഴിയുമ്പോഴും അല്ലെങ്കിൽ 4 അടിക്കുമ്പോഴും ചില കേസിലാണെങ്കിൽ ഒരു പലർക്കും പല പോളിസിയാണ്. അപ്പൊ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ളതാണോ? ചിയർ ലീഡേഴ്സിനുള്ള ഇല്ലായിരുന്നു, ഓർക്കുന്നില്ല സത്യം പറഞ്ഞാൽ, ഇപ്പോൾ ഓർക്കുന്നില്ല. ചില കേസിൽ 6 അടിക്കുമ്പോൾ ചില കേസിൽ ഓവർ സ്വിച്ച് ചെയ്യുമ്പോൾ ഇടും, അല്ലെങ്കിൽ വിക്കറ്റ് പോകുമ്പോൾ ബാറ്റ് ഇടും. ഈ വിക്കറ്റ് പോകുമ്പോൾ കരയുവല്ലേ ചെയ്യുന്നത് നിങ്ങൾ പാട്ടിട്ടാണ്? നമുക്ക് കളിയല്ലേ, 6 വിക്കറ്റ് പോലും നമുക്കൊരു പോലില്ലേ, പണ്ട് ഇപ്പോഴല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ ബാർബഡോസ് കളി നടക്കുമ്പോൾ സഞ്ജു സാംസൺ ഇങ്ങനെ ബാറ്റ് ചെയ്യുമ്പം ഞാൻ ഡീജയുടെ അടുത്ത് തന്നെ നിൽക്കുക. ഈ പാട്ടെടുത്ത് വെച്ചോ 50, മലയാളം പാട്ട് കേട്ടോ. കേരളത്തിൽ ഇരിക്കുന്നവരെ കൊള്ളാലോ, സഞ്ജു സാംസൺ 50 അടിക്കുമ്പോ ഇവിടെ മലയാളം പാട്ട്. ഇവിടെ നമ്മളിങ്ങനെ ഇത് പറഞ്ഞായിരുന്നു, ഞാൻ നല്ല ഓർത്തെടുത്തോണ്ട് വന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ഡി ജെ എടുത്തു 49 കേട്ടോ, നല്ല 46 അടുത്തത് 4 തോന്നുന്നു, അടിച്ചു കിട്ടും. അപ്പൊ ഇതില് പിന്നെ ജുറാസിക് പാർക്കിന്റെ ഒക്കെ ഷൂട്ടിങ് പോലെ നമ്മളിങ്ങനെ നിന്ന് സീനൊക്കെ പറഞ്ഞെടുത്ത് നാട്ടിരുന്ന് കാണുമ്പോ സഞ്ജു സാംസൺ ഹിറ്റ് 50 റൺസ്. അപ്പൊ മറ്റേ വല്ല പാട്ട് അപ്പം ഇപ്പൊ കണ്ടപ്പോഴും പറഞ്ഞേ, പുള്ളി ഇങ്ങനെ പാട് കെട്ടിക്കൊണ്ടിരുന്നപ്പോ ഉണ്ട് ഒരു മലയാളം പാട്ട്. അപ്പൊ അടുത്ത് നിന്ന് കളിക്കാരോ ചോദിച്ചു, മലയാളം പാട്ടല്ലേ കേൾക്കുന്നത്? അപ്പൊ സഞ്ജുവിന്റെ ഭാഷ പറഞ്ഞാൽ ഞാനിങ്ങനെ ഷൂ കെട്ടിക്കൊണ്ടിട്ട് ജാസി ചേട്ടന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ കണ്ടപ്പോ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് അറിയില്ലേ, എല്ലാ സ്റ്റേഡിയത്തിലും മലയാളം പാട്ടിടുന്നത് ഇതാണ് ആ ചേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. പക്ഷെ മലയാളം പാട്ടെടുത്തത് രസമുള്ള ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ എനിക്ക് കലാഭവൻ മണിയുടെ പാട്ടുകൾ കേൾക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്, ഞാൻ കേൾക്കുകയും ചെയ്യും. അപ്പൊ സത്യത്തിൽ അദ്ദേഹം മരിച്ചുപോയി 8 വർഷമായെന്നും ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആലോചിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പൊ ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ ഇട്ടു, പിന്നെ അതുപോലെ ഒരു ടെമ്പോ ഉള്ള ഒരു പാട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് 2 വർഷത്തിന് മുമ്പ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചിലപ്പോൾ ഇത്രയും വലിയ അറ്റൻഷൻ കിട്ടിയില്ല. ഇതിപ്പോൾ വേൾഡ് കപ്പ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർ കാണും. അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അനിയനൊക്കെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ സന്തോഷമായി. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സന്തോഷമായി. ഞാൻ അത്രയും സീരിയസ്നെസ് ഒന്നും സത്യം പറയാൻ അതിന് ആലോചിച്ചില്ല. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ട് സ്റ്റേഡിയത്തിൽ കേട്ടാൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന മലയാളം പാട്ട്, കലാഭവനിയുടെ ശബ്ദവും ആറ്റുകൊണ്ടും ഒക്കെ പെട്ടെന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാമല്ലോ. പക്ഷെ അതിന് അദ്ദേഹം മരിച്ചിട്ട് 8 വർഷമായി എന്നുള്ളൊരു സെന്റിമെന്റ്സ് അത്ര ഞാൻ ആലോചിച്ചില്ല. പക്ഷെ അത് ആരാധകർക്ക് സന്തോഷമായെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മുടെ മലയാളം പാട്ട് വരുമ്പോൾ ഓഡിയൻസിന് എങ്ങനെയായിരിക്കും റെസ്പോൺസ് വരുന്നത്? അല്ല, ഓഡിയൻസിനെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഞെട്ടി വീഴുവാണ്. പെട്ടെന്ന് എന്താ സംഭവം, ചിലർ റെക്കഗ്നൈസ് ചെയ്യും, ചിലർ പിന്നെ ഏത് ലാംഗ്വേജ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്തില്ല. പക്ഷേ വീറ്റ് പിടിക്കും. അതനുസരിച്ച് ഡാൻസ് ചെയ്തൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് മലയാളം പാട്ടിന് ആൾക്കാർ ഡാൻസ് ചെയ്ത്. എനിക്കൊന്നും അങ്ങനെ ലിറിക്സ് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല, അവർ അതിൻ്റെ ബീറ്റ് അനുസരിച്ച്. അപ്പൊ അതാണ് നമ്മുടെ റിസ്ക്. അപ്പൊ അതനുസരിച്ചുള്ള പാട്ട് കണ്ടുപിടിച്ചിടുക എന്നുള്ളത്. പിന്നെ ഡി ജെക്കും കൺവിൻസ്ഡ് ആവണം. ഡി ജെ ആദ്യം പാട്ടിട്ടപ്പോൾ ട്രിൻഡാഡി പാട്ടിട്ടപ്പം ഡി ജെക്ക് എവിടെ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇയാൾ അപ്പം തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് ഡി ജെക്ക് അയച്ചു കൊടുത്തു. പാട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡി ജെയുടെ ഫോണിൽ ഈ പാട്ടുണ്ട്. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് വേൾഡ് വൈഡ് ഇത് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്ന് വെളിയിൽ പോയാൽ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ സംസ്കാരം ഉള്ളിലുണ്ടാവും എന്നാൽ പക്ഷെ പുറത്തത് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് പോയതിന് ശേഷവും ഒരു കൂട്ടം ആളുകളെ ത്രസിപ്പിക്കാൻ നമ്മുടെ തന്നെ പാട്ട് തിരഞ്ഞെടുത്ത് അവരെ ഇതിങ്ങനൊരു എന്താ പറയുക, നമ്മളൊരു സ്റ്റിക്ക് ചെയ്യുവാണ്. ഇപ്പം ഞാൻ പറയാം, ക്രിക്കറ്റിലാണെങ്കിൽ പോലും ഒരു സഞ്ജു സാംസൺ, ശ്രീശാന്ത്, ഇതേ ഉള്ളൂ നമ്മൾക്ക്. മനസ്സിലായോ? പിന്നെ ഒരു മലയാളി എന്ന് പറയുന്നത് നമുക്കില്ല, നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ആരുമില്ല. ഇപ്പം നമ്മുടെ വുമൺസിൽ ഒരു മിന്നുമണിയുണ്ട് വയനാട്ടിൽ നിന്നുള്ള. അപ്പം നമ്മളുടെ ഞങ്ങൾക്ക് ഒരു നാടുണ്ട്, ഞങ്ങളുടെ നാടിൻ്റെ പാട്ട്, അല്ലെ ഞങ്ങളുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, ഇതൊക്കെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കുന്ന ഒരു റിസ്ക്, ഒരു വലിയ റിസ്ക് എലമെന്റ് അല്ലേ? അല്ലേ? അതെ അതെ അതെ. അതിന് എല്ലാവരും നമ്മളതിന് മലയാളികൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നെങ്കിലും ബാക്കിയുള്ള മലയാളികൾ ഒഴിച്ചുള്ള സമൂഹം അതിനെ കാണുന്നത്
ഇത് പറയുന്നവരെല്ലാവരും യോജിക്കണം എന്നില്ല, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തത് മലയാളികളെ ഒരു വിഭാഗമായിട്ടാണ് കാണുന്നത്, മലയാളികളെ ഒരു ട്രൈബായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യൻ ടീമിലെ ലൈസൺ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ എന്നെ ഒരാൾ ടീമിലെ ഒരു ഓഫീസർ വേറെ ആളുടെ ഓഫീസറിനെ പരിചയപ്പെടുത്തിയത് മലയാളിയാണ്. സഞ്ജു സാംസൺ വരുന്നത് വരെ പുള്ളി നമ്മുടെ കൂടെ കാണും. സഞ്ജു വന്നു കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിനെ ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും പുള്ളിയുടെ പ്രധാന ജോലി. അതായത് രണ്ട് മലയാളികൾ എവിടെയെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിൽ പിന്നെ അവർ ഒരുമിച്ചായിരിക്കും സംസാരിക്കുന്നതും. അതാണ് ബാക്കിയുള്ളവരുടെ വിച്ച് ഇസ് ട്രൂ. എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന് സെൻറ്റ് ലൂഷ്യയിൽ ഞാൻ താമസിക്കുന്ന ഐലൻഡിൽ ഏകദേശം 400-500 ഇന്ത്യക്കാരുണ്ടാവും. ഒരു 60-70 മലയാളികളേ ഉള്ളൂ. അപ്പോൾ ഈ 60 മലയാളികളും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്, ക്രിസ്മസ് ആഘോഷിക്കുന്നത്, പെരുന്നാൾ, ബർത്ത്ഡേ, ഇതെല്ലാം ആഘോഷിക്കുന്നത് ഈ മലയാളികൾ ഒരുമിച്ചാണ്. വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും എന്നാൽ ഇത് ചെറിയ ഐലൻഡ്, വളരെ ചെറിയ സർക്കിൾ, ഒരുമിച്ച് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ പോലും വേറെ ഒരു കമ്മ്യൂണിറ്റിയും ഒരുമിച്ചൊരു സെലിബ്രേഷൻ ഇല്ല. അഥവാ ഒരുമിച്ചൊരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് പെയ്ഡായിരിക്കും. എല്ലാവരുടെ പൈസ, അതായത് ഒരാൾ ടിക്കറ്റ് ചെയ്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടിക്കറ്റ് വെച്ച് നടത്തുന്ന പരിപാടിയായിരിക്കും. നമ്മളിവിടെ ബർത്ത്ഡേ പോലും എല്ലാവരും ആരുടെങ്കിലും ഒരു വീട്ടിൽ വെച്ചൊരു ബർത്ത്ഡേ നടത്തും. അപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ട് കാണുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ഈ മുന്നേ പറഞ്ഞ പോലെ ഇദ്ദേഹം പറയും, ഈ ടീമിൻ്റെ മാനേജർ പറഞ്ഞു, സഞ്ജു സാംസൺ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മലയാളിയല്ലേ, ഇവർ അവരുടെ കൂടെ അങ്ങ് പോകും. ഇത് ഞാനത് അതിനുശേഷം ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പൊതുവേ മലയാളികളെ ഒരു വിഭാഗം, നമ്മുടെ ഈ ആഫ്രിക്കയിലേക്ക് ട്രൈബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൈബ് എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല, ഒരേ സംസ്കാരം. അപ്പം എപ്പോഴും ഒരു മലയാളിക്ക് വേറെ മലയാളിയെ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള, അതേസമയം തിരിച്ചു പറയുന്നുണ്ട്, ഒരു മലയാളി വേറെ മലയാളിക്ക് പാരയാന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ കാണണം. ഓരോ മനുഷ്യർ 10-17 ദിവസമായിട്ട് വീടും നാടും ഒക്കെ വിട്ട് അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്കേ പറ്റുള്ളൂ. അതെ, അതിൽ യാതൊരു സംശയവും. അവിടെ അപ്പം ജാതിയില്ല, മതമില്ല, സാമ്പത്തിക വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ എല്ലാ അർത്ഥത്തിലും മലയാളികൾ എന്ന് പറഞ്ഞാൽ വേറൊരു, പിന്നെ ഞങ്ങൾ കമന്റ് ഇടുന്നിടത്ത് ഞങ്ങൾ മലയാളികളാണ്. ഞങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കമന്റൊക്കെ ഇതിനെക്കാട്ട് ഭീകരമായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. ഞങ്ങൾക്ക് വായിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബോധം ഉള്ളത് കൊണ്ടായിരിക്കും ഈ കമന്റ് നമുക്ക് തെറ്റാൻ തോന്നുന്നത്. വേറെ സ്ഥലത്ത് ചിലപ്പോൾ ഈ കമന്റ് ആയിരിക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെ ആകാമല്ലോ. അത് നേരം കേട്ടോ. നമ്മൾ ആ വേൾഡ് കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 35 ദിവസത്തെ വർക്ക് എങ്ങനെയുണ്ടായിരുന്നു? 35 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഉറങ്ങാൻ പോവുകയും ഏറ്റവും ആദ്യം ഉണരുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ക്രിക്കറ്റ് ടീമിനെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സൂപ്പർ സ്റ്റാറുകളുടെ ഒരു കോട്ടയാണ്. അതായത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി ക്യാപ്റ്റൻ, ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് ക്യാപ്റ്റൻ, സഞ്ജു സാംസൺ ക്യാപ്റ്റൻ, ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ, സിറാജ് സീനിയർ പ്ലെയർ. അതായത് എല്ലാ ക്യാപ്റ്റന്മാരാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ചില പ്രിവിലേജുകൾ ഒക്കെ ഉണ്ട്. അതൊന്നും പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോകത്തില്ല. പക്ഷെ ഇവിടെ വരുമ്പം പക്ഷേ ടീമായിട്ട് എല്ലാവരും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നാമത് സെലിബ്രിറ്റികളുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് അവർ തീരുമാനം മാറുന്നത്. പെട്ടെന്നായിരിക്കും ഈ തീരുമാനങ്ങൾ മാറുമ്പോൾ ബാക്കിയുള്ളതിനെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നൊന്നും അവരൊന്നും ആലോചിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്കതിന് പരാതി പറയാൻ പറ്റത്തില്ല. അത് പരാതി പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നമ്മളതിന് പരാതി. അപ്പോൾ ലൈസൺ ഓഫീസറുടെ അവതാര ഉദ്ദേശം തന്നെ കളിക്കാർക്കും ക്രിക്കറ്റ് കളിക്കുന്നവർക്കും അതിൻ്റെ സപ്പോർട്ടിങ് സ്റ്റാഫിനും മാനേജർക്കും വേണ്ട ബെസ്റ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അവരുടെ വേൾഡ് ക്ലാസ് പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനാണ് നമ്മളെ അവരവിടെ വെച്ചേക്കുന്നത്. ഇപ്പോൾ ന്യൂയോർക്കിൽ കളി നടക്കുക. ന്യൂയോർക്കിൽ വെച്ച് ജെയ്സോൾ എന്നത് പറഞ്ഞ് എൻ്റെ ബാറ്റ് പൊട്ടിപ്പോയി, എനിക്കിത് ഫിക്സ് ചെയ്ത് ഇന്ന് തന്നെ കിട്ടണം. നമ്മളിങ്ങനെ ആലോചിക്കും, ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മളിവിടെ കൊണ്ടുപോയി ക്രിക്കറ്റ് ബാറ്റ് നന്നാക്കും. പക്ഷെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഫിസിക്കലി ബാറ്റ് ചുവന്നിട്ട് പോകണമെന്നില്ല. അപ്പോൾ എന്നെ സഹായിക്കാൻ വേറെ പല ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അത് ആ ടൈമിലി മാറി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ വേറെ ആളിനെ കണ്ടുപിടിച്ചു, ഫിക്സ് ചെയ്ത് 5 മണിക്ക് തന്നെ കൊടുത്തു. ഈ പിറ്റേ ദിവസം കളിക്കാൻ നേരം പിന്നെ ഈ ബാറ്റില്ലെങ്കിൽ അയാൾ പറയരുത് എൻ്റെ ബാറ്റ് പൊട്ടിപ്പോയി, അതുപോലെ നന്നാക്കി കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ കളിക്കാൻ പറ്റത്തില്ലെന്ന്. മനസ്സിലായി? അപ്പോൾ ഈ റീസൺ പറയാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ബോർഡർ ലൈൻ ഒന്നുമില്ല. ഇതിനൊരു ബോർഡർ ലൈൻ ഇല്ലാത്തത് ഇത് ചിലപ്പം
ഇതങ്ങ് അങ്ങ് നീണ്ടു ഈ ലിസ്റ്റ് അങ്ങ് നീണ്ടു പോകും. പല പ്രൈവറ്റ് കാര്യങ്ങളും അപ്പോൾ അവിടെ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് അവർക്ക് ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നോന്ന് പറയുകയും വേണം. കാരണം ഇല്ലെങ്കിൽ ഇത് നമ്മളവിടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഒന്നാമത് സെലിബ്രിറ്റികളാണ്. അപ്പോൾ ഇവർക്കെല്ലാം 4-5 സ്റ്റാഫുള്ള ആൾക്കാരാണ്. ഇപ്പം വിരാട് കോഹ്ലിക്ക് 3 നാനിമാരുണ്ട്, ഒരു ബോഡി ഗാർഡ്, ഒരു അസിസ്റ്റൻ്റും ഉണ്ട്. ഹാർദിക് പാണ്ഡ്യക്ക് ഒരു അസിസ്റ്റൻ്റ്, ഒരു ബോഡി ഗാർഡ്, 2 ഷെഫുമാർ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ് ഇല്ലാതെ വന്നവരുണ്ട്. അപ്പോൾ ഈ സഹായം ചോദിച്ച് ചിലപ്പോൾ നമ്മളങ്ങ് ഇവരുടെ മുഴുവൻ സമയ അസിസ്റ്റന്റ് അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ സെലിബ്രിറ്റികളാണെന്നുള്ള രസത്തിൽ ചെയ്ത് കൊടുക്കും, പിന്നെ നമുക്കൊരു ഫുൾ ടൈം ബാധ്യതയായിട്ട് മാറും. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിലെ ഏറ്റവും ഹതഭാഗ്യനായ മനുഷ്യനാണ് എന്ന് പറയും. കാരണം ഈ 35 ദിവസം ഈ ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരേ ബസ്സിലാണ് പോകുന്നത്, ഒരേ ഫ്ലൈറ്റിലാണ് പോകുന്നത്, ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഒരേ സ്ഥലത്തിരുന്ന കളി കാണുന്നത്. പക്ഷേ ഇവിടെ കളി നടക്കുമ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നില്ല. ഇതിനെല്ലാം ആൾക്കാരുണ്ട്. ഞാൻ പോയിരുന്ന് അറേഞ്ച് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതെല്ലാം ഈ പോയിന്റ് ഓഫ് കോൺടാക്ട്, ഞാൻ ഈ ലൈസൺ ഓഫീസറാണ് പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഈ 5 കളി ന്യൂയോർക്കിൽ 5 കളി കഴിയുന്നു. ന്യൂയോർക്കിൽ 5 കളി കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ കളി അതായത് 10:30 തുടങ്ങും. 10:30 തുടങ്ങി ഏകദേശം 2 മണിയാകുമ്പോൾ തീരും. അവിടെ 4 മണിക്ക് ഫ്ലൈറ്റാണ്. 4 മണിക്ക് ഫ്ലൈറ്റ് പോകുന്നത് ഫോർട്ട് ലോഡർഡൈൽ എന്ന് പറയും. അപ്പോൾ ഈ ഫ്ലൈറ്റ് 99% ഉണ്ടാവും. പക്ഷേ ഈ ഫ്ലൈറ്റ് എന്തെങ്കിലും സമയവ്യത്യാസം ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് ഈ ഫ്ലൈറ്റ് ചെന്നിറങ്ങുമ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ വേണം ഹോട്ടലിലേക്ക്. അപ്പോൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് 60 പേരുണ്ട് ഇന്ത്യൻ ടീമിൽ. സാധാരണ ഒരു ടീമിൽ വരുന്ന 25 പേരാണ്. ഇന്ത്യൻ ടീമിൽ 62 പേരുണ്ട്. സാധാരണ ഒരു ടീമിന് 50 ബാഗാണ് ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് 300 ബാഗുണ്ട്. അതായത് ഫ്ലൈറ്റ് എല്ലാവരും കയറിയത് ലഗേജ് കയറ്റി കഴിഞ്ഞിട്ട് അവിടെ പൈലറ്റ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ, നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ലഗേജ് എല്ലാം ഇത്രയും ലഗേജ് ഇതിനകത്ത് കൊള്ളത്തില്ല, ഇത് ബാലൻസ്ഡ് അല്ല. എനിക്കതിൻ്റെ ടെക്നിക്കൽ ടൈം അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ഇതിൻ്റെ ഏവിയേഷൻ്റെ ആൾക്കാർ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഭയങ്കര ഡിസ്കഷൻ. അപ്പോൾ ഞാനിങ്ങനെ തമാശ വിചാരിച്ച് ആരെങ്കിലുമൊക്കെ വല്ല ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. ഇതുപോലെ മാഫിയ പോലെയൊക്കെ ഉണ്ട്, പ്ലെയിൻ്റെ താഴെ നിന്നുകൊണ്ട് ഭയങ്കരമായ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ പറ്റത്തില്ല, ഈ ബാഗ് കൊണ്ടേ പോകാൻ പറ്റും, കാരണം പിറ്റേ ദിവസം കളിയുള്ളതാണ്, ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾ വേറൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് ഇതെല്ലാം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾ പോയി. അത് കഴിഞ്ഞ് ഈ പെട്ടിയെല്ലാം എടുത്ത് ഫ്ലൈറ്റിനകത്തൊക്കെ കയറ്റിയൊക്കെ പോയി. അതായത് നമ്മൾ ഈ ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നതിൻ്റെ ഒരു സ്ട്രെസ്സും അതിൻ്റെ ഒരു രസവും അതിൻ്റെ ഒരു ത്രില്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഈ ഓരോരുത്തരുടെയും ഈ ഓരോ ക്യാരക്ടർ ഇപ്പം പിന്നെ രോഹിത് ശർമ്മ മോഹൻലാലിൻ്റെ ഒരു സ്റ്റൈലാണെങ്കിൽ വിരാട് കോഹ്ലി മമ്മൂട്ടിയുടെ സ്റ്റൈൽ. അതായത് പിന്നെ രോഹിത് ശർമ്മ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും കാർ പാർക്കിലൊക്കെ നടക്കാനൊക്കെ പോകും. അപ്പോൾ വിരാട് കോഹ്ലി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, എയർപോർട്ടിൽ നിന്ന് മെസ്സേജിൽ ഇങ്ങനെ ചോദിക്കുന്നത്, ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഞാൻ പറഞ്ഞു 22 മിനിറ്റ്. പുള്ളി എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു 30 മിനിറ്റ്. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, വേറെ ആൾ പറഞ്ഞ് 22 മിനിറ്റേ ഉള്ളത്. 8 മിനിറ്റ്. ഞാൻ പറഞ്ഞു അത് നോർമലി 30 മിനിറ്റ്സ്. ഇപ്പം നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുകൊണ്ട് 22 മിനിറ്റ്. അതാണ് പുള്ളി. അപ്പോൾ ചിലർ അത്ര ആക്യുറേറ്റ് ആയിട്ട് പോകും, ചിലർ വളരെ ഈസി ആയിട്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ബസ് എന്ന് പറയുമെങ്കിലും ഒരു ഉദാഹരണമായിട്ട് പറയട്ടെ. അപ്പോൾ അമേരിക്കയിലെ ബസ്സിൽ 60 പേരിരിക്കും. അതേസമയം അത് കരീബിയനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബസ് കുറച്ചുകൂടി ചെറുത്, അതിനകത്തൊരു 25 പേര്. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത്രയും കളിക്കാരുണ്ട്, അപ്പോൾ ഒരു ബസ് വേണം. പിന്നെ കളിക്കാരുടെ ഫാമിലി ഉണ്ട്, സപ്പോർട്ടിങ് സ്റ്റാഫുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അബദ്ധം പറ്റി, ഒരു ബസ് വേണമെന്ന് പറയാം. അപ്പോൾ ഒരു ബസ്സേ വന്നുള്ളൂ. ആദ്യത്തെ ബസ്സിൻ്റെ ഓർമ്മയ്ക്ക് പറഞ്ഞാൽ ആദ്യത്തെ ബസ്സിനകത്ത് 60 പേരേ ഉള്ളൂ, മറ്റേ ബസ്സിനകത്ത് 30 പേരേ കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ. അപ്പോൾ നമ്മൾ അതിനെ ഓവർസീ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഓവർസീ ചെയ്തപ്പം ഫ്ലൈറ്റ് ലേറ്റായിട്ടായിരിക്കും ചെല്ലുന്നതെങ്കിൽ ഭക്ഷണം വേണം. അപ്പം ഈ 60 പേർക്കുള്ള ഭക്ഷണം അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളത് അവരെ വിളിച്ച് അത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും നമ്മൾ കഴിച്ചിട്ടാണോ വരുന്നത് കഴിക്കാതാണോ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം, അത്രയുള്ള മനസ്സിലായി. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മനസ്സിൽ വരത്തില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയം, അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ബസ് വരുന്ന ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, അത് ഹോട്ടലിലെത്തുന്ന സമയം, ഹോട്ടലിലെത്തുമ്പം ഇവരുടെ എല്ലാം ചെക്കിൻ റെഡി ആയിരിക്കണം, എല്ലാ റൂമിൻ്റെയും കീ റെഡി ആയിരിക്കണം. അപ്പോൾ അവിടെ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വേണം ഓവർസി ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ പറയുന്നത് നിർഭാഗ്യകരമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മൊത്തം ഇതാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കാരണം കളി കഴിഞ്ഞ് ഇറങ്ങി ചിലപ്പോൾ നേരെ എയർപോർട്ടിലായിരിക്കും പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത എയർപോർട്ട്, അവിടെ നിന്ന് അടുത്ത ഗൂഗിൾ മാപ്പ് ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ ഇവർക്ക് വഴി തെളിക്കുക, അവരെ സ്റ്റേ ചെയ്യുക മാത്രമല്ല അവർക്ക് ഏറ്റവും കംഫർട്ട് ആക്കുക. ഇതിന്റെ കൂടെ പിന്നെ കളിക്കാർ മാത്രമല്ല BCCI പ്രസിഡന്റ് ഉണ്ട്, സെലക്ടേഴ്സ് ഉണ്ട്, അജിത് അഗാർക്കർ ഉണ്ട്, ശശാങ്ക് സക്സേന, റോജർ ബിന്നി എന്നൊക്കെ പറയാം. അപ്പോൾ ഇവരൊന്നും കളിക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യത്തില്ല. അപ്പോൾ അവർക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ വേറെ വേണം. ഈ ട്രാൻസ്പോർട്ടേഷൻ അടുത്തില്ലപ്പോൾ ചിലപ്പോൾ അവർ ഒരുമിച്ചൊരു വണ്ടിയിലങ്ങ് പോകും. പക്ഷെ 4 പേർക്ക് 4 കാറും കളിക്കാർക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ബസ്, സപ്പോർട്ടിങ് സ്റ്റാഫിന് ഒരു ബസ്, കളിക്കാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഒരു ബസ്, ഇവരുടെ കൂടെ ഫാമിലി ഉണ്ട്, അവർക്ക് വേറൊരു ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ പ്ലെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടൊരു ഓട്ടോ ഉണ്ട് ഇങ്ങനെ. ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് നമുക്ക് ഇവരൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യം ഇറങ്ങുന്നത് കാരണം ഇത്രയും പേര് നോക്കണം. അപ്പോൾ ഇതിൽ അവിടെ ഉള്ളവരെ നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമുക്കൊരു ഫോണിൽ സംസാരിച്ച് പരിചയമുള്ളവർ മാത്രമേ ഒരാളെ കാണത്തുള്ളൂ. അയാളെ കണ്ടുപിടിക്കണം. അപ്പോൾ അയാൾ വേണം കാണിച്ചു തരാൻ, ഇത് കളിക്കാർക്കുള്ളത്, ഇത് ചീഫ് സെലക്ടർക്കുള്ളത്, ഇത് മറ്റേ ആൾക്കുള്ളത്. ഇൻട്രസ്റ്റിംഗ്. നല്ല ഹെവി റിസ്ക് ഉള്ള സാധനമാണ്, പക്ഷെ നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് അവർക്ക് വേണമെങ്കിൽ മതി. എന്താ പറയുക, അത് അവർക്ക് വേണമെങ്കിൽ പറഞ്ഞാലേ അത് ഞാൻ തമാശക്ക് പറഞ്ഞു. അതായത് ഇതേ ടീം കളിച്ചിട്ട് സെമി ഫൈനലിൽ പൊട്ടിയിട്ടുണ്ട്, ക്വാർട്ടർ ഫൈനലിൽ പൊട്ടിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ഒരു കളി പോലും തോക്കാതെ ഫൈനലിൽ പോയി കപ്പ് മേടിക്കുന്നത്. അതിന്റെ ഹിസ്റ്ററി ഉള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ ലക്കി ഫാക്ടർ. അപ്പൊ 1-2 പേരുണ്ടായിരുന്നു ലക്കി മാനേജർ എന്ന് പറഞ്ഞ ലക്കി മാനേജർ. കാരണം ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഭാഗ്യമായിരുന്നെങ്കിൽ അവർ നേരത്തെ ജയിച്ചാണ്. ഇവരെല്ലാം നേരത്തെ ഇതിൽ പങ്കാളികളായിട്ടുള്ള ആളാണ്. ഞാനാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ പേരിൽ. അത് ഞാൻ പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്, അവർക്ക് വേണമെങ്കിൽ ഞാൻ എന്നെ അവൈലബിൾ ആക്കാം. ഏതായാലും സിബിചേട്ടാ മാത്രമല്ല, ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ എപ്പോൾ സ്പോർട്സ് എവിടെ നടന്നാലും സിബിചേട്ടനെ വിളിച്ചിട്ട് മനോരമയ്ക്ക് വേണ്ടി, മാതൃഭൂമിക്ക് വേണ്ടി, മറ്റുള്ള മുൻനിര മാധ്യമങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ടിംഗ് ആണല്ലോ പ്രധാന പണി. അതെങ്ങനെയാണ്? ആക്സിഡന്റൽ ജേർണലിസ്റ്റ്. അതായത് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളത്. ഇപ്പൊ മാറിയോ? പിന്നെ മാറി, മാപ്രാന്നൊക്കെ വിളി വന്നപ്പോൾ മാറി. അല്ല ഞാൻ അങ്ങനെ ഒരാളെ വിളിക്കുന്നത്. എനിക്ക് വലിയ ബഹുമാനമുള്ള ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ. നല്ല മനുഷ്യന്മാരാ. അതെ. ഇപ്പൊ എല്ലാ മേഖലയിലും മോശം ആൾക്കാരുള്ളതുപോലെ മാധ്യമങ്ങളിൽ മോശം ആൾക്കാരുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു തമാശയ്ക്ക് പോലും മാപ്രാന്ന് പറയുകയോ വിളിക്കുകയോ എഴുതുകയോ ചെയ്ത ഒരാൾ. കേരളത്തിലെ ഒരുപാട് ഒരുപാട് എന്താ പറയുക, അഴിമതി നടന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നതിൽ മാധ്യമങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് പങ്കുണ്ട്. ആൾക്കാർ ഈ പറയുന്ന പോലെ മാധ്യമപ്രവർത്തകർ കോഴിക്കാലിനും കുപ്പിക്കും വേണ്ടി നിൽക്കുന്നവരല്ല. അല്ലാതെ ഒരുപാട് ഓഫറുകൾ വേണ്ടാന്ന് വെച്ചിട്ട് സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു നാടാണ്. അതുകൊണ്ട് നമ്മൾ ഈ 1-2 പുഴുക്കത്തുകളുടെ പേരിൽ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ആൾക്കാർ പറയുന്ന പോലെ മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ എല്ലാം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷം പറയും അയ്യോ അവർ ഞങ്ങൾക്കെതിരാണ്, അതേ ഗ്രൂപ്പ് തന്നെ കുറച്ച് കാലം പറയും മറ്റൊരു ഞങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാപ്രാവിടി കോഴിക്കാലൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടോ, നന്നായി ഈ വിളി കേൾക്കേണ്ടി വന്നില്ലല്ലോ. സന്തോഷം. മാപ്രാന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ. എന്റെ അഭിപ്രായമല്ല, എനിക്ക് അങ്ങനെ. അപ്പൊ കോവിഡ് വന്നപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്ക്. സ്പോർട്സ്. അപ്പൊ കോവിഡിന്റെ സമയത്ത് കരീബിയനിൽ നിന്നുള്ള വാർത്തകൾ മിക്കതും ഞാൻ അവിടുത്തെ. കോവിഡ് അല്ലായിരുന്നു അവിടുത്തെ പ്രധാന പ്രശ്നം. അവിടെ ടൂറിസം ബേസ്ഡ് ആയതുകൊണ്ട് കോവിഡ് വന്നപ്പോഴത്തേക്ക് ക്രൂയിസുകൾ വരുന്നില്ല, ഫ്ലൈറ്റുകളൊന്നുമില്ല. അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് ഭീകരമായിട്ട് കൂടി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറികൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ക്രൂയിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്റ്റക്കായിപ്പോയി. മയാമിയിലൊക്കെ വന്നിട്ട് ക്രൂയിസിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ മാസങ്ങളോളം ക്രൂയിസിൽ നിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ സ്റ്റോറികൾ ചെയ്ത്. പിന്നെ ഇതുപോലെ വേൾഡ് കപ്പ് നടക്കുമ്പം ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കും, അവിടെ മലയാളികളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം വരുന്ന പേരെന്ത്. അപ്പം അങ്ങനെ ഒരു കോവിഡ് കാരണം ഒരാഗ്രഹം മാധ്യമപ്രവർത്തനാകണമെന്നുള്ള ആഗ്രഹം
അതിനാണ് ഞാൻ എന്നെ വിളിക്കുന്ന പേരാണ് ദ ആക്സിഡന്റൽ ജേർണലിസ്റ്റ്. ചേട്ടാ, നമ്മൾ ഇതുവരെ സംസാരിച്ച സമയത്ത് ചേട്ടനെ കുറിച്ച് പറഞ്ഞെങ്കിലും മലയാളിയാണെന്നേ പറഞ്ഞുള്ളൂ, സ്ഥലം, ഫാമിലി പറഞ്ഞിട്ടില്ല. എൻ്റെ സ്ഥലം ഞാൻ സാധാരണ എല്ലാ സമയത്തും ആദ്യം പറയുന്നതാണ്, ഇവിടെ അങ്ങ് മറന്നുപോയി. എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്. കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളി. മതസൗഹാർദ്ദത്തിനും ഒക്കെ പേര് കേട്ട കരുനാഗപ്പള്ളി, അതാണ് എൻ്റെ സ്വദേശം. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. കുറച്ചു കാലം ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചു. എൻ്റെ ഭാര്യയുടെ പേര് രജനി, ഡോക്ടറാണ്, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു, വേൾഡ് കപ്പിൽ മെഡിക്കൽ ഓഫീസറായിരുന്നു. മകൻ്റെ പേര് ഒമർ. ഞങ്ങൾ ഒരുമിച്ച് കരീബിയനിലാണ് താമസം, സെൻറ്റ് ലൂഷ്യയിലാണ് താമസം. ഉമർ ഇനി 4th ഗ്രേഡിലോട്ട് പോകുന്നു. പിന്നെ ഉമറും വേൾഡ് കപ്പിലുണ്ടായിരുന്നു. ആന്തം പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ നാഷണൽ ആന്തം പാടുമ്പോൾ ഇങ്ങനെ ഉമറായിരുന്നു വിരാട് കോഹ്ലിയുടെ കൈ പിടിച്ചുകൊണ്ട് പോയത്. അപ്പം അങ്ങനെ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഒറ്റ ഒരു ഫാമിലി, എല്ലാത്തിലും പങ്കെടുത്തൊരു ഫാമിലി എന്നുള്ള. ഞങ്ങൾ മലയാളികൾ വേറെ രീതിയിൽ പറയാം, ചേട്ടനൊരാൾ കയറി ചേട്ടൻ്റെ കുടുംബക്കാരെ മുഴുവൻ അടക്കി. അതാണ് സത്യം. അങ്ങനെ ഇതൊക്കെ ഈ കോമ്പിനേഷനൊക്കെ വല്ലപ്പോഴും വരുന്നില്ല. നമ്മൾ അർഹതയില്ലാത്തവരല്ലേ കേട്ടത്. അപ്പം പിന്നെ മെഡിക്കൽ ഓഫീസറായിട്ടാണ് ഭാര്യ ജോലി ചെയ്തത്. ആന്തം പോയിട്ട് എല്ലാവരും ഉണ്ട്, ആ കൂട്ടത്തിൽ മകനും പോയെന്നില്ല. എല്ലാത്തിലും ഇല്ല. സെൻറ്റ് ലൂഷ്യയിൽ നടന്ന ഒരു കളിക്ക് മാത്രം. അപ്പം ഇപ്പം ഞങ്ങളെല്ലാം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. 24-ാം തീയതി തിരിച്ചു പോകാനാണ് പദ്ധതി. അവിടെ തന്നെയാണ് സെറ്റിൽഡ്. സോഫാർ നല്ല സ്ഥലമാണ്. കരീബിയൻ നല്ല സ്ഥലമാണ്. ചെറിയ സ്ഥലം, ചെറിയ പോപ്പുലേഷൻ. പിന്നെ പ്രധാനമന്ത്രിയൊക്കെ തനിയെ വണ്ടി ഓടിച്ചു പോകും. അപ്പം അതുപോലെ സമരങ്ങളില്ല, ബന്ദില്ല, രാഷ്ട്രീയ പിരിവുകളില്ല. മലയാളികളുണ്ട്, പിരിവുകൾ, രാഷ്ട്രീയ പിരിവുകളില്ല. ആൾക്കാർ വന്ന് നമ്മളെ അങ്ങനെ അൺനെസസറി ആയിട്ട് ഉപദ്രവിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ. ചേട്ടൻ എന്തുദ്ദേശിച്ച പിരിവുകളില്ലെന്ന് പറയുന്നത്? കിട്ടിയതൊന്നും പോലെ. അപ്പൊ ചേട്ടാ, ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ 2 വർഷമായിട്ട് നമ്മളിങ്ങനെ ഈ ആളെ തപ്പി നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ നമ്മൾ ഏത് സ്ഥലത്തും മലയാളികൾ ചെന്നൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി. ഇല്ലെങ്കിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ഋഷി ആയപ്പോൾ മലയാളി ബന്ധമുണ്ടോ, മനോരമയുടെ പ്രത്യേകമായിട്ടാണ് ഇഷ്ടം പുട്ടും കടല എന്ന് പറയുന്ന പോലെ നമ്മൾ എവിടെ ഒരു മലയാളി അച്ചീവ് ചെയ്തോ അപ്പോഴെല്ലാം നമുക്കൊരു ഫീലാണ് എന്തോ നമ്മളുടെ വീട്ടിലെ പയ്യൻ. ഇതാണ് ബാക്കിയുള്ളവർക്ക് സഹിക്കാത്തത്. മനസ്സിലായി. അതാ അവർ പറഞ്ഞ മലയാളി എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബാണ്, ഒരു വിഭാഗമാണ്. മലയാളികൾ ബീഫ് കഴിക്കും, ബാക്കിയുള്ളവർ ബീഫ് കഴിക്കത്തില്ല. ബീഫ് കഴിക്കുന്നവർ തമ്മിലൊരു ഐക്യം ഉണ്ടാവും. എൻ്റെ മകൻ വന്ന് ചോദിച്ച്, ഡാഡി ഞാൻ ബീഫ് കഴിക്കണോ? നമ്മൾ നീ ബീഫ് കഴിക്കണമെന്നല്ല, പക്ഷെ കഴിക്കത്തില്ലെന്ന് പറയരുത്. കഴിക്കാതിരിക്കുന്നതിന്റെ ചോയ്സ് അല്ല, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല കഴിക്കാൻ. ആരെങ്കിലും ചോദിച്ചാൽ കഴിക്കുമെന്ന് പറയാനുള്ളൂ, കഴിക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കും പരിചയപ്പെടാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണല്ലേ നാട്ടിലേക്ക് വരുന്നത്? അതെ, സാധാരണ എല്ലാ 2 വർഷം കൂടി വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത എന്താ പറയാ, മലയാളം പാട്ട് മുഴങ്ങി കേൾക്കട്ടെ. ഇനി അടുത്ത വരുന്നതിന് മുമ്പ് എന്തെങ്കിലും വിശേഷം ഉണ്ടാക്കണല്ലോ, നല്ല ഇന്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അതന്നെ അടുത്ത വിശേഷം. അല്ല, ഇനിയിപ്പം അടുത്ത ഇന്ത്യൻ ടീമിന്റെയോ ഏതെങ്കിലും ടീമിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് മാറട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.